സ്നേഹവീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു ഏഴ ട്രേഡേഴ്സ്. പെയിന്റ് ആൻഡ് ഹാർഡ്വെയർസിന്റെ വർണ്ണ വിസ്മയ ലോകം. ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ. വീടുകൾ മനോഹരമാക്കാൻ ബർജർ പെയിന്റിന്റെ വർണ്ണ വിസ്മയ ലോകം തീർത്തുകൊണ്ട് ഏഴ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏഴ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ, പഴയന്നൂർ ഹൈസ്കൂൾ റോഡ്, AR കോംപ്ലക്സ്. പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവേൽപ്പ് 2025 ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി. പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവമായ വരവേൽവ് 2025 പ്രൗഢമായി സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ഉദ്ഘാടനം നിർവഹിച്ചു. മാറുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനം ഇവിടുത്തെ അധ്യാപകരാണെങ്കിലും ബാക്കി രക്ഷിതാക്കളാണെങ്കിലും കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ആരെയാണെന്നറിയോ? ആരെയാ? കുട്ടികളെ കുറ്റപ്പെടുത്തുവോ? ഇല്ല. ആരെ കുറ്റപ്പെടുത്തുക? മക്കള് പറഞ്ഞാൽ മതി. ആരെ കുറ്റപ്പെടുത്താം? നിങ്ങൾ ഒരു കുഞ്ഞു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അധ്യാപകരാണെങ്കിലും ബാക്കിയുള്ള ആളുകളാണെങ്കിലും സ്കൂളിലേക്ക് ആരോടാണ് വരാൻ പറയാ? രക്ഷിതാക്കളോടാണ്. അവർക്ക് ഭയങ്കര വിശ്വാസം അവരുടെ മക്കളെ പറ്റിയിട്ട്. എന്താണ്, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന് പറയുന്ന ആള് ഒരു കുരുത്തക്കേടും ഒരു കുറുമ്പും ചെയ്യില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമുക്ക് നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യും? ന്യായീകരിച്ച് നിൽക്കും. അങ്ങനെയല്ലേ? ആണോ? മക്കളോടാണ് ചോദ്യം. അങ്ങനെയല്ലേ? ആണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ നമ്മുടെ ആരാണോ രക്ഷിതാവ് അവരെ ഇവിടുത്തെ സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഇവിടുത്തെ അധ്യാപകരുടെയും മറ്റുള്ള ആളുകളുടെയും മുന്നിൽ തല കുനിച്ചു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം പ്രിയപ്പെട്ട കൂട്ടുകാർ സൃഷ്ടിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് ഈ പ്രവേശനോത്സവത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഒരു പക്ഷെ പഠിക്കുന്ന തുടർന്ന് വരുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അത് തെറ്റാണെന്നുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യൂല? പ്രതികരിക്കൂല. സ്കൂൾ PTA പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷനായിരുന്നു. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ മുഖ്യ അതിഥിയായി. ഏറ്റവും വലിയ പ്രതീക്ഷ രക്ഷിതാക്കളുടെ. അപ്പോൾ അവര് 10ാം ക്ലാസ് വരെ വന്ന ഒരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് +1 +2 വന്ന അത് വേറൊരു ലെവലിലാണ് കുട്ടികൾ പോകുന്നത്. അപ്പോൾ ആ +1 അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെയാണ് അവരുടെ ഒരു പങ്കാളിത്തമാണ് ഏറ്റവും മുഖ്യം. നമുക്കറിയാം, കുട്ടികൾ വളരെ കുറച്ച് സമയം മാത്രം 4-5 മണിക്കൂറൊക്കെ വിദ്യാഭ്യാസത്തിൽ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ അവർ സ്കൂളിൽ ചെലവഴിക്കുന്നുള്ളൂ. കൂടുതൽ സമയം അവർ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ആ കുട്ടികളുടെ കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും രക്ഷിതാക്കൾ തന്നെയാണ്. നമ്മളിപ്പോൾ അത്ര സുഖകരമായ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും നമ്മുടെ കുട്ടികളെ ചൂഷണം ചെയ്യപ്പെടുന്ന, അവരറിഞ്ഞോ അറിയാതൊക്കെയാണ് ആ ചൂഷണത്തിന് ചെന്നപ്പെടുന്നത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ്, തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ S സുധൻകുമാർ, സ്കൂൾ പ്രധാന അധ്യാപിക K അനിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവത്തിൽ കൂടെയുണ്ട് കരുതേകാൻ എന്ന ബോധവൽക്കരണ പരിശീലന പദ്ധതി സൗഹൃദ കോർഡിനേറ്റർ സ്മിത ടീച്ചർ ക്ലാസ് നയിച്ചു. പരിപാടിക്ക് ശേഷം വിവിധ അധ്യാപകരും രക്ഷകർത്താക്കളോടും വിദ്യാർത്ഥികളോടുമായി ആശയവിനിമയം നടത്തി. ഒരു കുട്ടിയെ ചീത്ത പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. കാരണം എന്റെ കുട്ടിയെ ചീത്ത പറയുന്ന പോലെ തന്നെയാണ് ചീത്ത പറയുന്നത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് പാസ്സാക്കാൻ കഴിയും, നല്ല രീതിയിൽ മാറ്റാൻ പറയും. കാരണം ഈ സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശ്രദ്ധ അത്രയും വലുതാണ്. ഇപ്പൊ ടീച്ചർ നമ്മുടെ സമൂഹത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കാത്ത നമ്മുടെ കുട്ടികൾ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കുട്ടിയും അങ്ങനെ പോവില്ല. കാരണം എന്ത് ചെയ്താലും ഞങ്ങൾ ആ കുട്ടിയെ ഞങ്ങൾ അറിയും, ഞങ്ങൾ ആ കുട്ടിയെ വിളിക്കും. കൃത്യമായ നിർദ്ദേശങ്ങൾ അവന് കൊടുത്തവനെ അല്ലെങ്കിൽ അവളെ നമുക്ക് നേർ വഴിക്ക് കൊണ്ടുപോകാൻ കഴിയും. ആത്മഹത്യാ പ്രവണത, മാനസികാരോഗ്യക്കുറവ്,
പലവിധ പടർന്നു പിടിക്കുന്ന ചർമ്മരോഗങ്ങൾ ഇവയെ കൂടുതലായി വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാനസിക ആരോഗ്യ വിദഗ്ധരുടെയും വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരള സർക്കാർ പുതിയ ഒരു പ്രോജക്റ്റ് കൂടെയുണ്ട് കരുത്തേകാൻ എന്നതിന് നാന്ദി കുറിച്ചത്. മേൽപ്പടി പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം +2 വിദ്യാർത്ഥികൾക്ക് വിവിധ മേഖലകളിൽ ശുചിത്വ മിഷൻ, ലീഗൽ സർവീസ് സൊസൈറ്റി, സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പല വിഷയങ്ങളിലായി ക്ലാസുകൾ നൽകി. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും കുട്ടികളുടെ മാനസിക സുസ്ഥിതിയും സമൂഹത്തിന് മുതൽക്കൂട്ട്, കൗമാര പെരുമാറ്റങ്ങളുടെ അപകട സാധ്യതകളും സംരക്ഷണ ഘടകങ്ങളും. CCV ന്യൂസ്, തിരുവല്ലാമല.